കായിക മേഖലയിൽ അടിസ്ഥാനപരമായ മാറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. മത്സരങ്ങൾക്കുമപ്പുറം വിദ്യാർത്ഥികൾക്ക് സ്ഥിരമായ നേട്ടം കൈവരിക്കാനും കായികക്ഷമത ഉറപ്പുവരുത്താനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച സ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിന്റെയും ജിംനേഷ്യത്തിന്റെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളെ കായിക മേഖലയിലേക്ക് ആകർഷിക്കാൻ കൂടുതൽ പരിപാടികൾ ആവിഷ്കരിക്കും. മയക്കുമരുന്നിനെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കായികയാത്ര സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത അധ്യയന വർഷം പ്രൈമറി തലം മുതൽ സ്പോർട്സ് പാഠ്യ വിഷയമാക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷത വഹിച്ചു. പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ P ശ്രീജിത്ത്, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ APM മുഹമ്മദ് അഷറഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CM സജിത, പിണറായി പഞ്ചായത്ത് അംഗം A ദീപ്തി, PTA പ്രസിഡന്റ് എലിയൻ അനിൽകുമാർ, മദർ PTA പ്രസിഡന്റ് ജസീന ലതീഷ്, SMC ചെയർമാൻ VG ബിജു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K ശശിധരൻ CN, ഗംഗാധരൻ, സുജിത് കാരായി, NB താഹിർ, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കക്കോത്ത് രാജൻ, സ്റ്റാഫ് സെക്രട്ടറി NM ബിജോയ്, കായികാധ്യാപിക A സുസ്മിത, പ്രധാനാധ്യാപകൻ K സുരേന്ദ്രൻ, മുൻ HM R ഉഷാനന്ദിനി എന്നിവർ പ്രസംഗിച്ചു. 2 കോടി രൂപ ബജറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് വിദ്യാലയത്തിൽ പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയത്. കായിക മേഖലയിൽ വൻ മുന്നേറ്റമാണ് വിദ്യാലയം നടത്തുന്നത്. വിദ്യാലയത്തിലെ 6 വിദ്യാർത്ഥികൾ ദേശീയ തലത്തിൽ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ അർഹത നേടിയിട്ടുണ്ട്. 50ഓളം വിദ്യാർത്ഥികൾ സംസ്ഥാന തലത്തിലും മത്സരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയവും ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടും സജ്ജമായതോടെ ഇനിയും കായിക മേഖലയിൽ വൻ കുതിപ്പുകൾ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ.